നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പൂഴ്ത്തിവെച്ച ഭാഗങ്ങൾ പുറത്തുവിടണമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം ശോഭ സുരേന്ദ്രൻ. വലക്കാവ് ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിന്റെ കർഷക സമ്പർക്ക പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി ഉദ്ഘാടനം ചെയ്തു. തൃശൂരിലെ മഹാശോഭായാത്ര കേന്ദ്ര ടൂറിസം പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. SNDP യോഗം മണ്ണുത്തി യൂണിയൻ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ദിനാഘോഷ സമാപന യോഗം റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പൂഴ്ത്തിവെച്ച ഭാഗങ്ങൾ പുറത്തുവിടണമെന്ന് ശോഭ സുരേന്ദ്രൻ. 233 പേജുള്ള റിപ്പോർട്ടിലെ 165 മുതൽ 196 വരെയുള്ള പേജുകൾ പുറത്തുവിടാതിരിക്കുന്നത് ആരെ രക്ഷിക്കാനാണെന്ന് തൃശൂർ പ്രസ് ക്ലബിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ അവർ ചോദിച്ചു. സിനിമാ മേഖലയെ നിയന്ത്രിക്കുന്ന അധോലോക സംഘത്തിലെ ഉന്നതരായവർ ആരെല്ലാമെന്ന് ജനങ്ങൾക്കറിയണം. 4 വർഷക്കാലം റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനെന്നും അവർ ആരോപിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് സാംസ്കാരിക മന്ത്രി വിവരാവകാശ കമ്മീഷണറോട് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ റിപ്പോർട്ട് പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷണർ A ഹക്കീം തന്റേടം കാട്ടിയതായും അവർ പറഞ്ഞു. ഭരണഘടനയെ അംഗീകരിക്കാത്ത സാംസ്കാരിക മന്ത്രി സജി ചെറിയാനെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. തൊഴിലിടങ്ങളിൽ പീഡനം നടത്തുന്നവർക്ക് എന്താണ് ശിക്ഷയെന്ന് അറിയാത്തവരല്ല കുറ്റക്കാരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്. താൻ ഇരകൾക്കൊപ്പം നിൽക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. കുറ്റക്കാർക്കെതിരെ സ്വമേധയാ കേസെടുക്കാൻ മടിക്കരുത്. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് രാഷ്ട്രീയക്കാരും കാരണക്കാരാണെന്നും അവർ പറഞ്ഞു. സിനിമാ മേഖലയ്ക്ക് മാത്രം പ്രത്യേകം പ്രിവിലേജ് എന്താണ് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹം ചിന്തിക്കുകയാണ്. ഇവിടെ എത്രയോ വിഷയങ്ങളുണ്ടായി, എത്രയോ പെൺകുട്ടികൾക്കെതിരായി വേട്ടയാടലുകളുണ്ടായി. എത്രയോ വർഷമായിട്ട് ചില പ്രദേശങ്ങൾ തന്നെ കുപ്രസിദ്ധമായിട്ടുള്ള പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഞാനത് ആവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. എത്രയോ പതിറ്റാണ്ടുകളായി ഇവിടുത്തെ പൊതുപ്രവർത്തന രംഗത്ത് നിലനിൽക്കുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ, പൊതുസമൂഹം എത്രയോ സമരരംഗങ്ങളിൽ നിന്നിട്ടുണ്ട്. അവസാനം ചില കേസുകളിലെങ്കിലും പ്രതികളെ പിടിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടും കേരളത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ ഇങ്ങനെ ഒരു കമ്മീഷൻ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുക, ആ കമ്മീഷൻ റിപ്പോർട്ടിലെ ഭാഗങ്ങൾ അത് മറച്ചുവെക്കുക, ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്? എന്തിനാണ് അങ്ങനെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി എന്തിനാണ് അത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ചിട്ടുള്ളത്? ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സംശയമുണ്ട്. അതിന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ്. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പൂർണ്ണ ഭാഗത്തെ വായിക്കാത്തയാളല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി, വായിക്കാത്ത ആളല്ല സാംസ്കാരിക വകുപ്പ് മന്ത്രി. അപ്പൊ ആ പൂർണ്ണമായിട്ടുള്ള ഭാഗങ്ങളിൽ ഉത്തരവാദിത്തപ്പെട്ട കക്ഷികളെ കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ട്. ആ വിവരങ്ങൾക്ക് അടിസ്ഥാനമായിക്കൊണ്ട് സ്വമേധയാ കേസെടുക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. ഇതിൽ വേദനിക്കപ്പെട്ട ആളുകളുണ്ട്, ഇപ്പോഴും വേദനിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവർ വളരെ തന്റേടത്തോടുകൂടി നിങ്ങൾ നിലകൊള്ളണം. നിങ്ങളുടെ കൂടെ കേരളത്തിന്റെ പൊതുസമൂഹമുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് കൂടി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് കാണുന്നത്. വലക്കാവ് ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിൽ സംഘടിപ്പിച്ച കർഷക സമ്പർക്ക പരിപാടി ഉല്ലുക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി ഉദ്ഘാടനം ചെയ്തു. ക്ഷീരവികസന വകുപ്പും വലക്കാവ് ക്ഷീര വ്യവസായ സംഘവും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. പാൽ ഉൽപാദനത്തിൽ കേരളം സ്വാശ്രയത്വം കൈവരിച്ചു എന്നതാണ് നാം അവകാശപ്പെടുന്നത്. എന്നാൽ പാൽ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണത്തിനനുസൃതമായി പരിശോധിച്ചാൽ സ്വാശ്രയത്വം കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെന്നും ഇതിന് തെളിവാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിവിധ പേരുകളിൽ പാൽ എത്തുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ KR രവി പറഞ്ഞു. സംഘം പ്രസിഡന്റ് TK ശശികുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നടത്തറ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ EN സീതാലക്ഷ്മി, പുത്തൂർ പഞ്ചായത്ത് അംഗം TC ജിനോ, നടത്തറ പഞ്ചായത്ത് അംഗം TP മാധവൻ, സംഘം വൈസ് പ്രസിഡന്റ് AP ജോർജ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി.
തുടർന്ന് ക്ഷീര കർഷകർക്കായി ക്ഷീരവികസന ഓഫീസർ കെ ജയലക്ഷ്മി, ഡയറി ഫാം ഇൻസ്ട്രക്ടർമാരായ സ്മൃതി വാസുദേവൻ, ഹീര സുരേഷ് എന്നിവർ ക്ലാസ് എടുത്തു. ഇന്നിപ്പം പാലുൽപാദനത്തിന്റെ കാര്യത്തിൽ കേരളം സ്വാശ്രയത്വം കൈവരിച്ചു എന്നതാണ് നാം അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പാൽ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണത്തിനനുസൃതമായി പരിശോധിച്ചു കഴിഞ്ഞാൽ നാം സ്വാശ്രയത്വം കൈവരിച്ചു എന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയും. പക്ഷേ കേരളത്തിന്റെ പൊതു ജനസംഖ്യയുടെ ആനുപാതികമായി പരിശോധിച്ചു കഴിഞ്ഞാൽ പാലുൽപാദനത്തിൽ വേണ്ടത്ര നാം ഇന്നും വളർന്നിട്ടില്ല എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇത് പറയാൻ കാരണം ഇവിടെ നാം സ്വാശ്രയത്വം കൈവരിച്ചു എന്ന് പറയുമ്പോഴും പാല് അല്ലെങ്കിൽ സ്വാശ്രയത്വം കൈവരിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വിവിധ പേരുകളിൽ മലയാളത്തെക്കാൾ കൂടുതൽ മലയാള തനിമ ഉദ്ഘോഷിച്ചുകൊണ്ടുള്ള വിവിധ പേരുകളിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പാലുകൾ ഭംഗിയുള്ള പാക്കറ്റുകളിലാക്കി വർണ്ണ കൂടുകളിലാക്കി ഇവിടെ വിതരണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ തൊട്ടടുത്ത മണ്ഡലമായ ചേലക്കര മണ്ഡലം, വാണിയമ്പാറ വഴിക്ക് പോയി കഴിഞ്ഞാൽ വാണിയമ്പാറ കഴിഞ്ഞ് കല്ലിക്കപ്പാടവും കഴിഞ്ഞ് തൊട്ടടുത്ത സെന്ററാണ് ഇളനാട്. ഇളനാട് സെന്റർ എത്തുന്നതിനേക്കാൾ മുമ്പായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇളനാട് പാല് എന്ന പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്ഥാപനത്തിന്റെ തൃശൂരിൽ നടത്തുന്ന മഹാശോഭായാത്ര കേന്ദ്ര ടൂറിസം പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡോക്ടർ ലതാ രാജ് അധ്യക്ഷത വഹിക്കും. ഹരീന്ദ്രൻ മാസ്റ്റർ ജന്മാഷ്ടമി സന്ദേശം നൽകും. നഗരം ചുറ്റി ഘോഷയാത്ര നായ്ക്കനാൽ വഴി വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിൽ സമാപിക്കും. 22-ന് പാറേമക്കാവ് ക്ഷേത്രത്തിന് മുന്നിൽ രാവിലെ 8 മണിക്ക് ഡോക്ടർ ലതാ രാജ് പതാക ഉയർത്തും. വാർത്താ സമ്മേളനത്തിൽ എൻ ഹരീന്ദ്രൻ, പി ആർ പ്രമോദ്, ഷമ്മി പനക്കൽ, വി എൻ ഹരി എന്നിവർ പങ്കെടുത്തു. കൽക്കട്ടയിലെ ആശുപത്രിയിൽ ബലാത്സംഗത്തിന് വിധേയമായി ദാരുണമായി വനിതാ ഡോക്ടർ കൊല ചെയ്യപ്പെട്ടതിൽ പ്രതിഷേധിച്ച് തൃശൂർ പാണഞ്ചേരി മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി വെള്ളാനിക്കര പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് മുൻപിൽ മാനിഷാദ എന്ന പേരിൽ പ്രതിഷേധ ധർണ നടത്തി. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മിനി നിജോ അധ്യക്ഷത വഹിച്ചു. മുൻ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മിനി നിജോ അധ്യക്ഷത വഹിച്ചു. പ്രതിഷേധ ധർണ മുൻ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല മുഖ്യാതിഥിയായി. KPCC മെമ്പർ ലീലാമ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് നേതാക്കളായ ജിനി ജോയ്, സുശീല രാജൻ, ശകുന്തള സജീവ്, ഫിലോമിന, റീന മേരി ജോൺ, ശോഭന, ജോളി ജോർജ്, അമ്പിളി, ബീന എന്നിവരും കോൺഗ്രസ് നേതാക്കളായ KN വിജയകുമാർ, ML ബേബി, KC അഭിലാഷ്, സുരേഷ് കരുൺ, KP ചാക്കോച്ചൻ, ജോൺസൺ മലിയത്ത്, ഡോക്ടർ മനോജ് പുഷ്കർ, ബാബു തോമസ്, മഹിളാ കോൺഗ്രസിന്റെ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ, മറ്റ് പോഷക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. അതിൽ നിന്ന് പിന്തിരിഞ്ഞോടുവാൻ തയ്യാറല്ല പാണഞ്ചേരിയിലെ മഹിളാ കോൺഗ്രസ്. ശക്തമായി മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണു തുറന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണകൂട സ്ഥിരാ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന എത്രയോ വനിതകളുണ്ട്. അവരോട് കണ്ണു നിറഞ്ഞ് ഒന്ന് നോക്കണം, കൺ തുറന്നൊന്ന് നോക്കണം. കൽക്കട്ടയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും പിച്ചി ചീന്തപ്പെടുന്ന പാതിരാത്രികളിൽ ഏതെങ്കിലും ഒഴിഞ്ഞ മൂലയിൽ പിച്ചി ചീന്തപ്പെടുന്ന ആ സ്ത്രീക്കൊപ്പമായിരിക്കണം എന്നുള്ളത് അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുക. ഇപ്പോൾ കുറെ നാളുകളായി കണ്ടുവരുന്നത് ഏതെങ്കിലുമൊക്കെ നിയമത്തിന്റെ പഴുതുകളിലൂടെ രക്ഷപ്പെടാൻ കഴിയുന്ന രീതിയിൽ അത്തരം ഒരു പഴുതുണ്ട് എന്റെ ഏതെങ്കിലുമൊക്കെ പഴുതുകളിലൂടെ ഇത്തരം ക്രിമിനലുകൾക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യമുണ്ട് എങ്കിൽ ആ പഴുതുകൾ അടച്ചുകൊണ്ട് അർഹമായിരിക്കുന്നവർക്ക് നീതി ലഭ്യമാക്കിക്കൊണ്ട് ആ പോരാടുന്നതിന് വേണ്ടി അവരോടൊപ്പം കുടുംബത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ നിയമത്തിനെ കൊണ്ടുവരണം എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് ആ കുടുംബത്തിനോടൊപ്പം മഹിളാ കോൺഗ്രസ് അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ആ കുടുംബാംഗങ്ങളുടെ ദുഃഖങ്ങളിൽ ചേർന്ന് നിന്നുകൊണ്ട് ഇനിയും ഒരു നിർഭയ ഈ രാജ്യത്തുണ്ടാവരുത് എന്നുള്ള ഉറക്ക പ്രഖ്യാപനവുമായിക്കൊണ്ടായിരിക്കണം മുന്നോട്ടുള്ള യാത്ര. അതിന് ഞങ്ങളോടൊപ്പം ഈ രാജ്യത്തിന് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി നല്ലൊരു SNDP യോഗം മണ്ണുത്തി യൂണിയൻ 170ാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ദിനാഘോഷം മഹാസമ്മേളനത്തോടെ സമാപിച്ചു. ഉച്ചയ്ക്ക് ശേഷം പട്ടാളക്കുന്ന് പാലം പരിസരത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്ര വെറ്റിനറി ഗോൾഡൻ ജൂബിലി ഓഡിറ്റോറിയത്തിലെത്തി സമാപിച്ചു. തുടർന്ന് നടന്ന സമാപന യോഗം റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു.
EK സുധാകരൻ അധ്യക്ഷത വഹിച്ചു. നടൻ ദേവൻ ശ്രീനിവാസൻ മുഖ്യാതിഥിയായിരുന്നു. SNDP യോഗം കൗൺസിലർ സുന്ദരൻ കുന്നത്തുള്ളി ഭദ്രദീപം കൊളുത്തി. ചിറക്കേക്കോട് ശാഖാ പ്രസിഡന്റ് സത്യഭാമ ടീച്ചറെ ചടങ്ങിൽ ആദരിച്ചു. SSLC +2 ഉന്നത വിജയികളെയും സ്പോർട്സ് മെഡൽ ജേതാക്കളെയും കർഷക അവാർഡ് നേടിയവരെയും ഘോഷയാത്രയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെയും ആദരിച്ചു. ആ വാർത്തയിൽ പറഞ്ഞു, ഈ ഡോക്ടർമാരാരും 1 മണിക്കൂർ പോലും വിശ്രമിക്കില്ല. അപ്പോഴാണ് ഞാൻ അത്ഭുതപ്പെട്ടത്. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്നുള്ളത് ദിവസം 3 നേരം പറയുന്ന ആളാണ് സുന്ദരൻ കുന്നത്തുള്ളി. വലിയ തൊഴിലാളി വർഗത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തമാണ് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം. ചൈനയിലെ 40 ഡോക്ടർമാർ 1 മണിക്കൂർ പോലും ഉറങ്ങാൻ പോകുന്നില്ല. അത്ഭുതത്തോടെ വാർത്തയെടുത്ത് വായിച്ചു. ചൈനയിലെ ഡോക്ടർമാർ നമ്മളെപ്പോലെ ഷർട്ടും മുണ്ടും പാൻറ്റും കൈയും ഒന്നും ഇട്ട് നടക്കുന്ന സാധാരണ മനുഷ്യരല്ല. ചൈനയിൽ പുതിയതായി അവതരിപ്പിക്കപ്പെട്ട ആശുപത്രിയിലെ 40 ഡോക്ടർമാരും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്രതിനിധികളാണ്. ഏറിയ 40 ഡോക്ടർമാരെ ഉണ്ടാക്കാൻ പോകുന്നു. അവർ ആദ്യത്തെ 1 വർഷം അവരുടെ ഗവേഷണ പരീക്ഷണങ്ങളിൽ ഏർപ്പെടുന്നു. അത് കഴിഞ്ഞാൽ 24 മണിക്കൂറും ഹൃദയ ശസ്ത്രക്രിയ മുതൽ മൂക്കൊലിപ്പിന് അവിടെ പറയുന്ന പേരെന്താണെന്ന് എനിക്കറിയില്ല, നീലക്കതിന് വരെ ചികിത്സിക്കാൻ പറ്റുന്ന ഡോക്ടർമാരായി ചൈനയിലെ ആശുപത്രികളിൽ തിളങ്ങാൻ വേണ്ടി പോകുന്നു. എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ ഒപ്പം തന്നെ ഇരിക്കുന്ന, ഇപ്പോൾ നമ്മുടെ ഗുരു നമ്മുടെ ഒപ്പം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്നും ഗുരു നമ്മളോടൊപ്പം തന്നെ ഉണ്ട്. അപ്പോൾ ഗുരു എവിടെയൊക്കെയോ ഉണ്ട്. അപ്പോൾ ഗുരുവിന് നമ്മൾ അർപ്പിച്ച ഒരു ട്രിബ്യൂട്ട്, ഒരു സമർപ്പണമായി ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ കരുതുകയാണ്. ഇതിന് ഞാനിവിടെ വന്നപ്പോൾ ഒരുപാട് മറ്റു കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് വന്നത്, പക്ഷേ അതിലൊന്നും ഇവിടെ പ്രസക്തിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഒരു കാര്യം മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഈ ദൈവ കവിത എന്ന നിലയ്ക്കും ഒരു ലോക പ്രാർത്ഥന എന്ന നിലയ്ക്കുമൊക്കെ നമുക്കതിനെ പരിഗണിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രാർത്ഥന, ഈ ദൈവദശകത്തിനെ പറ്റി 2 വാക്കുകൾ എനിക്ക് പറയാതെ നിവൃത്തിയില്ല. അതിനെ നമുക്കറിയാം. ഇപ്പോൾ ഞാൻ പിന്നാണ് എനിക്കൊരു വോയിസ് മെസ്സേജിലൂടെ നമ്മുടെ ചലച്ചിത്ര ഒരിടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ് ഓർത്തോ, ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You
have any sort of depression? പ്രണയനൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. 2024-26 അധ്യയന വർഷത്തേക്കുള്ള DLED കോഴ്സിന്റെ സർക്കാർ എയ്ഡഡ് സ്വാശ്രയ TTIകളിലെ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നീ വിഷയങ്ങളിലേക്കുള്ള ഒന്നാം ഘട്ട പ്രവേശന ഇന്റർവ്യൂ ഓഗസ്റ്റ് 23, 27, 29 തീയതികളിൽ രാവിലെ 9:30 മുതൽ തൃശൂർ CMS ഹൈസ്കൂളിൽ നടക്കും. ഇന്റർവ്യൂവിന് അർഹരായവരുടെ ലിസ്റ്റ് തൃശൂർ കളക്ട്രേറ്റിലുള്ള വിദ്യാഭ്യാസ ഉപഡയറക്ടറേറ്റിലെ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്റർവ്യൂവിന് വരുന്നവർ കൃത്യസമയത്ത് എത്തിച്ചേർന്ന് യോഗ്യത, ആനുകൂല്യം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകൾ ഹാജരാക്കേണ്ടതാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റ് പ്രകാരമാണ് പ്രവേശനം നൽകുന്നത്. കർഷക കോൺഗ്രസ് നടത്തറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂർക്കിനിക്കരയിൽ കർഷക പ്രതിഷേധം സംഘടിപ്പിച്ചു. നടത്തറ പഞ്ചായത്ത് മൂർക്കിനിക്കര കൃഷിഭവന് മുന്നിൽ സംഘടിപ്പിച്ച പരിപാടി പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KN വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. വെള്ളപ്പൊക്കം മൂലം കൃഷിനാശം സംഭവിച്ച കർഷകർക്കും വ്യാപാരികൾക്കും അർഹമായ നഷ്ടപരിഹാരം നൽകുവാൻ സർക്കാർ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. TV ഗോപിനാഥൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. റോയ് കെ ദേവസി, ജേക്കബ് പോൾ, സരിത സജീവ്, വാസുദേവൻ, മിനി വിനോദ്, ജിത് ചാക്കോ, ഉണ്ണി കൊച്ചുപുരയ്ക്കൽ എന്നിവർ പ്രസംഗിച്ചു. VA കൃഷ്ണൻ സ്വാഗതവും ഒലിവർ നന്ദിയും പറഞ്ഞു. 2018 കൂടുതൽ സെന്റിമീറ്റർ മഴ 2019 പെയ്തിട്ടും കൃത്യമായി മാനേജ് ചെയ്തതുകൊണ്ട് നമ്മുടെ പ്രദേശത്ത് പ്രളയം അത് ഒഴിവാക്കപ്പെടുകയുണ്ടായി. എന്നാൽ ഈ 2024 പ്രളയം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ജൂലൈ 26 തീയതി തന്നെ 77.1 എന്ന് പറയുന്ന ഘനമീറ്റർ ജലം നമ്മുടെ ഡാമിൽ കവിയുകയുണ്ടായി, കടന്നു പോവുകയുണ്ടായി. അപ്പോൾ തന്നെ ഒരു 36 ഇഞ്ച് വരെ 3 അടി വെള്ളം വരെ നമ്മുടെ പുഴയിലൂടെ തുറന്നു വിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ 6 അടി വെള്ളം 10 മണിക്കൂറിനുള്ളിൽ തുറന്നു വിടുന്ന തരത്തിലേക്ക് മാനേജ് ചെയ്തതാണ് പ്രളയത്തിന് കാരണമായത്. നമുക്കറിയാം, ഇതിൽ ഏറ്റവും നഷ്ടം സംഭവിച്ചത് പാവപ്പെട്ട കർഷകർക്കാണ്. പല വർഷങ്ങൾ കൊണ്ട് പരിപാലിച്ചെടുക്കുന്ന കൃഷി, അതിലെ ജാതിയാകട്ടെ കുരുമുളകാകട്ടെ, അതൊക്കെ തന്നെ പല വർഷങ്ങൾ കൊണ്ട് പരിപാലിച്ച് എടുക്കുന്നതാണ്. അവയൊക്കെ തന്നെ നശിച്ചു പോകുന്ന തരത്തിലേക്ക് ഈ പ്രളയം ജനങ്ങൾക്ക് അല്ലെങ്കിൽ കർഷകർക്ക് അക്ഷരാർത്ഥത്തിൽ ബുദ്ധിമുട്ടിലേക്ക് കടന്നു പോവുകയുണ്ടായി. ശ്രദ്ധേയമായി വിദ്യാർത്ഥി ജില്ലാ കളക്ടർ മുഖാമുഖം. മഴ ഉണ്ടാകുമ്പോൾ അവധി പ്രഖ്യാപിക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെ? ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ ചേംബറിൽ വിദ്യാർത്ഥികളുമായി നടത്തിയ മുഖാമുഖത്തിൽ ആദ്യം ഉയർന്ന ചോദ്യമാണിത്. സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിയും മഴയുടെ തോതും തീവ്രതയും മുന്നറിയിപ്പ് നിലയുമെല്ലാം പരിഗണിച്ചാണ് അത്തരം തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് മറുപടി നൽകിയപ്പോൾ വിഷയം കൂടുതൽ ഗൗരവത്തോടെ മനസ്സിലാക്കാനായതായി വിദ്യാർത്ഥി സംഘം പറഞ്ഞു. ജില്ലയിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കാനും അവരുടെ ആശയങ്ങളും പ്രശ്നങ്ങളും അവതരിപ്പിക്കാൻ ജില്ലാ കളക്ടർ സംഘടിപ്പിച്ച യോഗത്തിൽ ആദ്യത്തെ അതിഥികളായെത്തിയത് പാമ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. എന്തുകൊണ്ട് സിവിൽ സർവീസ് എന്ന ചോദ്യത്തിന് സമൂഹത്തിലെ എല്ലാ മേഖലകളിലും ഇടപെടലുകൾ നടത്താൻ IAS പദവിയിൽ സാധിക്കുമെന്നും, എന്നാൽ ഓരോരുത്തരും തങ്ങളുടെ അഭിരുചികൾക്കും താൽപ്പര്യങ്ങൾക്കും അനുസരിച്ചുള്ള മേഖലകൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. IAS, IPS തിരഞ്ഞെടുപ്പ്, ജില്ലാ കളക്ടർ എന്ന നിലയിൽ നേരിടുന്ന വെല്ലുവിളികൾ, പ്രശ്നങ്ങൾ, തൃശൂരിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ തുടങ്ങിയ വിവിധ വിഷയങ്ങൾ സംബന്ധിച്ച് വിദ്യാർത്ഥികൾ ചോദിച്ചറിഞ്ഞു. സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. കൂടാതെ സ്വകാര്യ ബസ്സുകൾ നിർത്താതെ പോകുന്ന ബുദ്ധിമുട്ടും കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ വിഷയത്തിൽ ഇടപെടുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. തങ്ങളുടെ ആശയങ്ങളും ചോദ്യങ്ങളും യാതൊരു മടിയും കൂടാതെ അവതരിപ്പിക്കാൻ സാധിക്കുന്ന വേദിയായി ജില്ലാ കളക്ടറുടെ ചേംബർ മാറി. സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് സത്യനാരായണൻ, ഇക്കണോമിക്സ് അധ്യാപകൻ T. വാസുദേവൻ എന്നിവർക്കൊപ്പം +1, +2 ക്ലാസുകളിലെ 20 വിദ്യാർത്ഥികളാണ് കളക്ടറേറ്റിലെത്തിയത്. പ്രതിവാരം ഓരോ സ്കൂളുകളിലെയും കോളേജുകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി ആശയവിനിമയം നടത്തുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. നിയമാനുസൃതമായ അനുമതിയില്ലാതെ പണമിടപാട് സ്ഥാപനം നടത്തിയ
നിരവധി കേസുകളിൽ പ്രതിയായ സ്ഥാപന ഉടമകളും കൂട്ടാളികളും അറസ്റ്റിൽ. സ്ഥാപന ഉടമകളിൽ കടവി രഞ്ജിത്തും. തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കോർപ്പറേഷൻ ലൈസൻസോ മണി ലെൻഡിംഗ് ലൈസൻസോ ഇല്ലാതെ അത്യാവശ്യക്കാർക്ക് ഉയർന്ന പലിശ നിരക്കിൽ പണം നൽകി വരുന്ന പുതിയതായി പ്രവർത്തനം ആരംഭിച്ച SR ഫൈനാൻസ് എന്ന പേരിലുള്ള സ്ഥാപനത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് സ്ഥാപനത്തിന്റെ ഉടമസ്ഥരായ കണിമംഗലം വർക്കേഴ്സ് നഗർ സ്വദേശിയായ തോളത്ത് വീട്ടിൽ സജീവൻ, മാറ്റാമ്പുറം സ്വദേശിയായ കടവി വീട്ടിൽ രഞ്ജിത്ത് എന്നിവരെയും കൂട്ടാളികളായ കൂർക്കഞ്ചേരി കണ്ണംകുളങ്ങര സ്വദേശിയായ പട്ടാട്ടിൽ വീട്ടിൽ വിവേക്, മാറ്റാമ്പുറം സ്വദേശി കറുപ്പം വീട്ടിൽ അർഷാദ് എന്നിവരെയും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ ആറിന്റെ നിർദ്ദേശപ്രകാരം തൃശൂർ അസിസ്റ്റന്റ് കമ്മീഷണർ സലീഷ് ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. അത്യാവശ്യക്കാർക്ക് ഉയർന്ന പലിശ നിരക്കിൽ പണം നൽകുക എന്നതായിരുന്നു ഇവരുടെ പ്രവർത്തന രീതി. സജീന്ദ്രൻ, രഞ്ജിത്ത് എന്നിവർ പാർട്ട്ണർമാരായും വിവേക്, അർഷാദ് എന്നിവർ ജീവനക്കാരുമായാണ് പ്രവർത്തിച്ചിരുന്നത്. സ്ഥാപനത്തിൽ നിന്ന് പലർക്കുമായി പണം നൽകിയതിന്റെയും വാങ്ങിയതിന്റെയും രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട്. കേരള മണി ലെൻഡിംഗ് ആക്ട് കൂടാതെ അമിത പലിശയ്ക്ക് പണം നൽകിയതിന്റെ 2012 പ്രകാരമുള്ള സെക്ഷനുകളായാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ കേസിലെ പ്രതിയായ സജീന്ദ്രന് നെടുപുഴ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് നിലവിലുണ്ട്. കടവി രഞ്ജിത്തിന് നെടുപുഴ ഈസ്റ്റ്, വെസ്റ്റ്, ഒല്ലൂർ, വരന്തരപ്പള്ളി, മണ്ണുത്തി, മെഡിക്കൽ കോളേജ്, വിയൂർ എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി 35ഓളം കേസുകളാണ് നിലവിലുള്ളത്. വിവേകിന് വിയൂർ പോലീസ് സ്റ്റേഷനിൽ 3 കേസുകളാണുള്ളത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് നിരവധി കേസിൽ പ്രതികളായ സാമൂഹ്യ വിരുദ്ധർ നടത്തുന്ന ഇത്തരം ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ സമൂഹത്തിൽ ഗുണ്ടാ പ്രവർത്തനം നടക്കുന്നതിന് എളുപ്പമായ രീതിയാണെന്നും ഇതിന്റെ വരുമാനവും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നും കമ്മീഷണർ ഇളങ്കോ അഭിപ്രായപ്പെട്ടു. അന്വേഷണ സംഘത്തിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജിജോ NJ, സബ് ഇൻസ്പെക്ടർ ഫക്രുദ്ദീൻ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ ജയലക്ഷ്മി, ദുർഗാലക്ഷ്മി, സിവിൽ പോലീസ് ഓഫീസർമാരായ ഹരീഷ്, ദീപക് എന്നിവരും ഉണ്ടായിരുന്നു. ഇടവേള. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487237485. മൊബൈൽ 9061858682. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വയനാടിന് കൈത്താങ്ങുമായി കാറളം ആലുംപറമ്പ് വയോജന ക്ഷേമ സമിതി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയോജന ക്ഷേമ സമിതി 50,000 രൂപ നൽകി. കാറളം നന്ദനം അംഗൻവാടിയിൽ നടന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന് വയോജന ക്ഷേമ സമിതി അംഗങ്ങൾ ചേർന്ന് തുക കൈമാറി. കാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രദീപ്, വയോജന ക്ഷേമ സമിതി പ്രസിഡന്റ് മുരളീധരൻ, സെക്രട്ടറി KK ഭരതൻ, ട്രഷറർ മോഹൻദാസ്, 1, 2, 3 വാർഡുകളിലെ മെമ്പർമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, വയോജന ക്ഷേമ സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. 1 കിലോയിലധികം കഞ്ചാവുമായി ആസാം സ്വദേശി പിടിയിൽ. 1 കിലോയിലധികം കഞ്ചാവുമായി ശക്തൻ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ആകാശപാതയ്ക്കരികിൽ നിന്നും അസം ജില്ലയിലെ
മോറിഗോൺ അമരഗുരി സ്വദേശിയായ മൊജഹറുൽ ഇസ്ലാം എന്നയാളിനെയാണ് തൃശൂർ ടൗൺ ഈസ്റ്റ് പോലീസ് പിടികൂടിയത്. ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ, ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിലെ ഡാൻസ് ഓഫ് ടീം അംഗങ്ങളുടെ രഹസ്യാന്വേഷണ വിവരത്തെ തുടർന്ന് പരിശോധനയിലാണ് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ഏകദേശം 1109 കിലോഗ്രാം കഞ്ചാവുമായി അസം സ്വദേശിയെ ആകാശപാതയ്ക്ക് സമീപം വെച്ച് ഈസ്റ്റ് പോലീസ് പിടികൂടിയത്. അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ ജിജോ, സബ് ഇൻസ്പെക്ടർമാരായ ഹരീന്ദ്രൻ, ജിനോ പീറ്റർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പ്രതീഷ് കുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുജിത്, സിവിൽ പോലീസ് ഓഫീസർ മനോജ്, മാർട്ടിൻ ജോഷോ എന്നിവർ ഉണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പൂഴ്ത്തിവെച്ച ഭാഗങ്ങൾ പുറത്തുവിടണമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം ശോഭ സുരേന്ദ്രൻ. വലക്കാവ് ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിന്റെ കർഷക സമ്പർക്ക പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി ഉദ്ഘാടനം ചെയ്തു. തൃശൂരിലെ മഹാശോഭായാത്ര കേന്ദ്ര ടൂറിസം പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. SNDP യോഗം മണ്ണുത്തി യൂണിയൻ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ദിനാഘോഷ സമാപന യോഗം റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.